ഞമ്മക്കിന്ന് നല്ല അടിപൊളി ചോക്ലേറ്റ് മിൽക്ക് ഫ്രൂട്ട് മിൽക്ക് പുഡിങ് ഉണ്ടാക്കിയല്ലോ. എന്നാൽ പിന്നെ വേഗം വന്നോളി. നിങ്ങൾ ഇതുവരെ തിന്നിട്ടുണ്ടാവില്ലേ, ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സാധനം കേട്ടാ. എന്നാൽ പിന്നെ 500 പാലെടുത്തോളി, ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് നമ്മളെ ജലാറ്റിൻ 3 സ്പൂൺ ജലാറ്റിനും ഇട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കണം കേട്ടാ. 3 സ്പൂൺ ജലാറ്റിനാണേ. പിന്നെ ഇത് കട്ട പിടിച്ചിട്ടെല്ലാം ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കണ്ട ഇതൊക്കെ എന്താ കട്ട പിടിച്ചിരിക്കുന്നു. ഇത് നമ്മൾ പതപ്പിച്ച് എടുക്കുമ്പോൾ ഇത് നല്ല പോലെ കട്ട ഒന്നും ഇല്ലാണ്ട് കിട്ടും കേട്ടാ. എന്നാൽ പിന്നെ അപ്പോഴത്തേക്ക് നമ്മളെ ഫ്രൂട്ടെല്ലാം ചെറുതാക്കി കട്ട് ചെയ്ത് ഇങ്ങെടുത്തോ. നല്ലോണം പതച്ച് വന്ന പാൽ മിക്സ് ഇല്ലേ, അതൊന്ന് തണുത്താൽ നമ്മൾ നേരെ ഒരു പാത്രത്തേക്കിലേക്ക് പാരണം. എന്നിട്ട് അതിൻ്റെ സൈഡിലേക്ക് നമ്മളെ ചെറീസും ഇപ്പുറത്തെ സൈഡിൽ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടും വെക്കണം കേട്ടാ. പിന്നെ നടുവിൽ നമ്മളെ കിവി ഉണ്ടായില്ല, അതിനൊരു ചേലുണ്ടാവും. ആ മൊഞ്ചത്തിക്കുട്ടപ്പന്മാരായിട്ട് പുഡിങ് ഇട്ടണേ നമ്മൾ കിവി തന്നെ വെക്കണം കേട്ടാ. എന്നിട്ടോ ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം അതിൻ്റെ മേലേക്ക് നമ്മളെ ബാക്കിയുള്ള പാൽ മിക്സും കൂടി പാർന്ന് പിന്നെ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് ഒരു സൈഡിലോ നാരങ്ങ ഒരു സൈഡിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഴം വെക്കാം. എന്നിട്ട് നേരെ ഫ്രിഡ്ജിൽ 2 മണിക്കൂർ സെറ്റാക്കി ഇങ്ങെടുത്തോ. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് പണിയെടുക്കാം, ആ ഡാർക്ക് കോമ്പൗണ്ടില്ലേ അത് ചെറുതാക്കി കട്ട് ചെയ്ത് ഇങ്ങെടുക്കാം. പിന്നെ നമ്മളെ ചോക്ലേറ്റ് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 500 പാലെടുത്ത് നല്ലോണം പതിപ്പിക്കണം. അതിലേക്ക് പഞ്ചസാര പതിപ്പിക്കാൻ വരട്ടെ, പഞ്ചസാര ഇടണം. 1/2 കപ്പ് പഞ്ചസാര ഇട്ട് നല്ലപോലെ മെൽറ്റ് ചെയ്ത് എടുക്കണം കേട്ടാ. പിന്നെ നമുക്ക് വേണ്ടി എന്തെന്നാ നമ്മളെ ജലാറ്റിൻ തന്നെ കേട്ടാ. ഒരു 2 സ്പൂൺ 3 സ്പൂണാണേ. ഒരു 3 സ്പൂൺ ജലാറ്റിനും ഇട്ട് നല്ലപോലെ ഇളക്കി ഇങ്ങെടുത്തോ. പിന്നെ നമുക്ക് വേണം 2 സ്പൂൺ കൊക്കോ പൗഡർ, 2 സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് പിന്നെ നമുക്ക് വേണ്ടി 1 കപ്പ് നമ്മളെ ഡാർക്ക് കോമ്പൗണ്ടിൻ്റെ ചോക്ലേറ്റ് ഇല്ലേ അതും ഇട്ട് പിന്നെ മധുരം കുറവാണെങ്കിൽ നമ്മളെ മിൽക്ക് മെയ്ഡ് ഇല്ലേടോ, ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ഇട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് ഇങ്ങെടുക്കണം. ഇപ്പം കട്ടൊന്നും പോകും നിങ്ങൾ വിചാരിക്കണ്ടേ. കട്ടയെല്ലാം നമ്മൾ പതപ്പിച്ചിങ്ങെടുത്താൽ മാത്രമേ പോവുള്ളൂ. കാരണം നമ്മളെ ജലാറ്റിനെല്ലാം നല്ല പോലെ എന്നാ പറയുക മെൽറ്റായി കിട്ടണം കേട്ടാ. അപ്പം നമ്മൾ നല്ല പോലെ എല്ലാം മെൽറ്റാക്കുന്നവരെ പതപ്പിച്ചിങ്ങെടുക്കുക. നല്ലോണം തിളപ്പിച്ചെടുക്കണേ. അപ്പോഴത്തേക്ക് നമ്മളെ ഫ്രൂട്ട് മിൽക്ക് പുഡിങ് ഇവിടെ സെറ്റായി വന്നിക്ക്. 2 മണിക്കൂറിന് ശേഷം നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് തന്നെ വന്നിക്ക് കേട്ടാ. എന്നാൽ പിന്നെ വേഗം ഒരു പാത്രം എടുത്തോ. എങ്ങനത്തെ പാത്രം എന്നാ നമ്മൾ ഫ്രൂട്ട് മിൽക്ക് പുഡിങ് ഉണ്ടാക്കിക്കില്ലേ അതിനെക്കാട്ട് വലിപ്പമുള്ള പാത്രമാണ്. കാരണം നമ്മൾ അതിൻ്റെ മേലേക്കാ പാരുന്നേ. നമ്മളെ ഫ്രൂട്ട് മിൽക്ക് പുഡിങ് കാണാത്ത തരത്തിലാക്കി പാരണം കേട്ടാ. അപ്പോൾ 2 സ്പൂൺ നമ്മളെ ചോക്ലേറ്റ് പുഡിങ് മിക്സ് ഇട്ട് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിങ്ങെടുക്കണം. അപ്പോഴത്തേക്ക് നല്ലോണം സെറ്റായി ഒരു വിധം സെറ്റായി വരും. അന്നേരം നമ്മളെ പിന്നെ മിൽക്ക് പുഡിങ്ങും വെച്ച് അതിൻ്റെ മേലേക്ക് നമ്മൾ ചോക്ലേറ്റ് പുഡിങ് മിക്സും പാർന്ന് പിന്നെ നല്ലോണം സെറ്റാക്കി ഇങ്ങെടുക്കണം. 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കണേ. അപ്പം മിൽക്ക് പുഡിങ്ങിൻ്റെ ഒരു സംഭവം പുറത്ത് കാണാത്ത തരത്തിൽ ചോക്ലേറ്റ് പുഡിങ് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കണേ. എന്നിട്ട് 2 മണിക്കൂർ സെറ്റാക്കി ഇങ്ങെടുത്താൽ എൻ്റെ സാറേ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി പുഡിങ് റെഡി. ഇങ്ങനത്തെ പുഡിങ് ആരും ട്രൈ ചെയ്തിട്ടില്ലല്ലോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട കേട്ടോ. ഇങ്ങനത്തെ പുതിയ റെസിപ്പീസ് എല്ലാം ആയിട്ട് ഞങ്ങൾ പിന്നെയും വരും. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ. ഇങ്ങനെ മുറിച്ചിങ്ങെടുത്താൽ എൻ്റെ പൊന്ന് സാറേ അടിപൊളി കേട്ടാ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും അത് ഞങ്ങൾ പറയണ്ടല്ലോ, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല. നയിൽ നിന്ന് ഓരോരോ പീസ് എടുത്ത് വായിട്ടോളി. അടിപൊളി ടേസ്റ്റ്, മസ്റ്റായിട്ട് ട്രൈ ചെയ്യണേ. സൂപ്പർ.